ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മോളൂസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഞാനിന്ന് വന്നിട്ടുള്ളതൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇണ്ണിത്തണ്ടും അതേപോലെ തന്നെ മുതിരിയും വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതെൻ്റെ ഇമ്മമ്മ ഉണ്ടാക്കിയ റെസിപ്പിയാണ്, ഉപ്പാൻ്റെ ഉമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള അവർ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഞാൻ ഇതേപോലത്തെ ഇണ്ണിത്തണ്ടാട്ടോ എടുത്തിട്ടുള്ളത്. 2-3 വാഴയുടെ ഇണ്ണിത്തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പോള നമുക്ക് എടുക്കാൻ പാടില്ല, അത് കളയണം നമ്മൾ. എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അമ്മമ്മ അതവിടെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ സ്ലൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുൾ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതങ്ങനെ അരിഞ്ഞെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ അമ്മമ്മ ഇങ്ങനെ കൈ വെച്ചിട്ടാട്ടോ ഇതിൻ്റെ നൂല് പറിച്ചെടുക്കുന്നത്. ഇതേപോലെ എല്ലാത്തിൻ്റെയും നൂല് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാം. എന്നിട്ട് അത് കയ്യിലത്തെടുത്ത് കളയുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണു എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം. അവരിങ്ങനെ ചെയ്യണത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാനും സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അമ്മ അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ക്യാമറയായിട്ട് ചെന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ കിട്ടിയത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഉപ്പേരി. ഇനി ഇതേപോലെ നമ്മൾ ഓരോന്നെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നെടുക്കുക, എന്നിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം. അങ്ങനെ കഴിഞ്ഞാൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, വെള്ളമുള്ള പാത്രത്തിലേക്ക്. അതിന് ശേഷം അങ്ങനെ ഒരു മുളയുടെ മുള്ളു പോലത്തെ ഒരു വടിയാട്ടമ്മ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനെ ചെയ്താൽ അതിലുള്ളിലുള്ള നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടും. പിന്നെ നമ്മൾ ഇതേപോലെ നൂല് കളയുന്നത് പറഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നൂല് ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമ്മ ഇങ്ങനെ ചെയ്യുന്നത്. ഇതവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണെന്നാണ് കേട്ടോ അമ്മമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ.
മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പോഴേക്കും മമ്മ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതാ ആ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മുതിരിയും അതേപോലെ ഇന്നിത്തണ്ടില്ലേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇല വേണമെന്നുള്ളവർക്ക് വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം വറ്റുന്ന വരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നിത്തണ്ടും മുതിരി ഉപ്പേരി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അധികം കൂടുതൽ സംഭവങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല, കാരണം നമ്മളാകെ ഇന്നിത്തണ്ടും മുതിരി മാത്രമല്ല എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു മുളക് പൊടി എടുത്തു, ഇത്രന്നെ ഉള്ളൂ. വേഗമായി കിട്ടും. പക്ഷേ ടേസ്റ്റ് ആണെങ്കിലോ ഉഷാറാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് മാത്രമല്ല ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാകും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ കമൻസ് വഴി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.